The Deccan Plateau covers a vast area in the southern part of India. The Western Ghat got its name because it is the western boundary of Deccan Plateau. ആരോട് ചോദിച്ചിട്ട് ഇതിനകത്ത് കയറിയത്? തന്നോട് ആരോട് ചോദിച്ചിട്ടോ? നിന്നോടാ ചോദിച്ചത്? നിങ്ങൾ പറഞ്ഞിട്ടാണ് അവൾ ഇതിനകത്ത് വീണ്ടും കയറിയത്? അല്ല. പിന്നെ ആരോട് ചോദിച്ചിട്ട് അവൾ ഇവിടെ വന്നത്? ആരോട് ചോദിച്ചിട്ടാ ഇവിടെ വന്നതെന്ന്? ആരോടും ചോദിച്ചില്ല. ആരോടും ചോദിച്ചില്ലെന്ന്. എന്തിനാ വീണ്ടും ഇതിനകത്തോട്ട് വലിച്ചു കയറിയേ? എന്തിനാ വലിയ കയറിയെന്ന്? വീട്ടിൽ പോകാൻ കാശില്ല. കാശില്ലെങ്കിൽ ഇങ്ങോട്ടാണ് കെട്ടിയെടുക്കണ്ടേ? ഇവിടെ ഒരു ജോലിക്കാരി ആവശ്യമുണ്ടെന്ന് കേട്ടു, അതുകൊണ്ട്. ഇവിടെ ജോലിക്കാരുടെ ആവശ്യമൊന്നുമില്ല. ഉണ്ടെന്ന് കുട്ടികൾ പറഞ്ഞല്ലോ. സത്യം പറ, എന്താ നിന്റെ ഉദ്ദേശം? സത്യം പറഞ്ഞ വിശ്വസിക്കോ? ഞാൻ എന്റെ പഴയ ഒരു ഫ്രണ്ടിനെ തേടിയാ വന്നത്. ആളെ കണ്ടു, പക്ഷെ അയാൾ എന്നെ തിരിച്ചറിയുന്നില്ല. അപ്പൊ ഞാൻ ഇങ്ങോട്ട് പോവും. അതാ ഞാൻ ഇങ്ങോട്ട് വന്നേ. ഓ, ഈ കള്ളക്കഥയൊക്കെ ഞാൻ വിശ്വസിക്കണം അല്ലേ? ഇതാ ഞാൻ നേരത്തെ പറഞ്ഞത്. ഇനി ഞാൻ ഒന്നും പറയുന്നില്ല. നിക്കടി അവിടെ. ചാച്ചാ, ഞങ്ങളാ പറഞ്ഞു ഇവിടെ ജോലിക്ക് ഞങ്ങളുടെ ചേച്ചിയെ നിന്നോളാൻ. എന്തിനാ അങ്ങനെ പറഞ്ഞേ? ചേച്ചി ഞങ്ങൾക്ക് ഇഷ്ടാ. ചേച്ചി ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കിക്കോളും. പ്ലീസ് ചാച്ചാ. വേണ്ട വേണ്ട, ഓവർ സെന്റിമെന്റ്സ് ഒന്നും വേണ്ട. ചേച്ചി ഒരു കുഴപ്പമുണ്ടാക്കൂലേ ചാച്ചാ? അത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? എവിടെയെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ട് വലിഞ്ഞവർ വന്നാണെങ്കിലോ? എവിടെയാ നിന്റെ വീട്? പാലക്കാട്. പാലക്കാട് എവിടെ? കണ്ടകപ്പുറത്ത്. കണ്ടവന്റെ പുറത്ത്? കണ്ടവന്റെ പുറത്തല്ല, കണ്ടകപ്പുറത്ത്. ഓ, കല്യാണം കഴിഞ്ഞാണോ? എന്നെ കണ്ട അങ്ങനെ തോന്നുവോ? പിന്നെ എങ്ങനെ ഇവിടെ നിർത്തുന്നേ? ഞങ്ങളൊന്നും കല്യാണം കഴിച്ചിട്ടില്ലല്ലോ. വേണ്ട, അതൊന്നും ശരിയാവില്ല. ശരിയാവും ചാച്ചാ. ചാച്ച എന്ന് ഓഫീസിൽ പോകാൻ ലേറ്റ് ആണോ ഞങ്ങളെ കാര്യം നോക്കണണ്ടല്ലേ? ചേച്ചി ഇവിടെ നിർത്തിയ ചേച്ചി ഞങ്ങളെ നോക്കിക്കൊള്ളുമല്ലോ. ചാച്ചന് ഞങ്ങളോട് ഒരു സ്നേഹമില്ല. വെറുതെ പറയാ ഞങ്ങൾക്ക് വേണ്ടിയാ ജയിക്കുന്നെന്ന്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ പറഞ്ഞിട്ട് കേൾക്കാതിരിക്കോ? നീ പറഞ്ഞതെല്ലാം ഞാൻ വിശ്വസിച്ചു എന്ന് കരുതണ്ട. അടങ്ങി ഒതുങ്ങി ഇവിടെ നിന്നോണം. ഒരാഴ്ച ഞാൻ നോക്കൂ. സ്വാമിയേ, സ്വാമിയേ, അയ്യപ്പോ, അയ്യപ്പോ, സ്വാമിയേ, അയ്യപ്പോ, സ്വാമിയേ, സ്വാമിയേ, ശരണമയ്യപ്പോ. എത്ര രൂപയായി? 20 രൂപ. മീറ്റർ 10 രൂപയല്ലേ? ബാക്കി 10 രൂപ സ്റ്റാൻഡിൽ നിന്ന് ഇവിടെ വരെ നിർത്താൻ ശരണം വിളിച്ചില്ലേ സാറേ, അതിന്റെയാ. അയ്യോ സ്വാമിയേ, ശരണമയ്യപ്പോ. ഇനി താൻ വിളിക്കണ്ട. പോ. ശബരിമല തന്നെ ഇയാളെ വിളിക്കാത്ത ഭാഗ്യം. ഇതെന്ത് കോലം? പന്തളത്തി എന്നപ്പോ തോന്നി രാജകുമാരനൊന്ന് കാണണോ. ശരണമയ്യപ്പ. പോയി കണ്ടു തിരിച്ചു വരുന്ന വഴിയാണ്. നന്നായി അമ്പലത്തിലൊക്കെ പോകാൻ തോന്നിയത്. ഇനി പുതിയ പാപങ്ങളൊക്കെ ചെയ്യാലോ. ശരണമയ്യപ്പ, വേണ്ടി വരും. സഹവാസം ഇയാളുടെ കൂടെ ആവുമ്പോ വേണ്ടി വരും. ശരണമയ്യപ്പ. സംസർഗ ഗുണ ദോഷ. ഞാൻ പോയി വയറുകർച്ചല്ലോ കഴിക്കട്ടെ. നടക്കട്ടെ നടക്കട്ടെ, ജീവിത ലക്ഷ്യം നടക്കട്ടെ. ഒരു താങ്ങി. സ്വാമിയേ, ശരണമയ്യപ്പ. ഇപ്പൊ വന്നതേ ഉള്ളൂ. അരവണ, അപ്പാച്ചിമേട്ടിലെ അപ്പം, കല്ലിടാങ്കുന്നിലെ കല്ല്. ഇത് ചവച്ച് ചവച്ച് തിന്ന്. കളിച്ചോണ്ടിരിക്കാതെ ഇരുന്ന് പഠിക്കേ. ഒന്ന് മാറിക്കേ. ആരാത്? പഠിക്കാൻ പറഞ്ഞിരിക്ക. ആരാത്? ഏത്? അകത്ത് നിൽക്കുന്ന പുതിയൊരെണ്ണം. അതിവിടെ പുതിയതായിട്ട് ജോലിക്ക് വന്ന. ജോലിക്ക് വന്നാണോ? അപ്പൊ സുലുവിന്റെ ചാൻസ് പോയോ? എന്താ അവിടെ പറഞ്ഞ ജോലിക്കാരിയാണല്ലേ? അയ്യോ പാവം കുട്ടി. എന്താ നിന്റെ നെയിം ബോർഡ്? പേരെന്താന്ന്? ആനി. ആനെ? ആനി. നിന്റെ സ്റ്റാൻഡ്? നോക്കി പേടിപ്പിക്കണ്ട. സ്ഥലമേതെന്ന്? ഇതൊക്കെ ചോദിക്കാൻ നിങ്ങളാരാ? ഞാൻ ഇവിടുത്തെ ഒരു അംഗത്തെ പോലെയാ. അങ്ങത്തെ പോലെയല്ലേ ഉള്ളൂ, അങ്ങൊന്നല്ലല്ലോ. ഈ നിലയ്ക്കാണെങ്കിൽ ഇവിടെ അംഗമാവും. ഇതിനു മുമ്പ് നീ എവിടെ നിന്നിട്ടുണ്ട്? ഞാൻ എങ്ങും നിന്നിട്ടില്ല. എങ്ങനെ നിർത്തും? കണ്ടപ്പോഴേ തോന്നി ഒരു കള്ള ലക്ഷണം. നിനക്ക് പാചകം പഠിക്കാനുള്ള ഗിനി പന്നികൾ ആരും ഇവിടെ ഇല്ല. ഇപ്പൊ വന്നല്ലോ ഒരെണ്ണം. എന്താടി പറഞ്ഞ? ഇത് വലിയ ശല്യായല്ലോ. രണ്ടിലൊന്നും അറിഞ്ഞിട്ട് എന്റെ കാര്യം. അതെ, ഇയാൾ ഇവിടുന്ന് ഒന്ന് പറഞ്ഞു വിടാവോ? ബെന്നി, ഞാൻ ഇവളും കൂടെ ചേർന്ന് പോവില്ല. ഉടനെ കാന്താരി ഇവിടുന്ന് പറഞ്ഞു വിടണം. ഇയാൾ ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ ഈ വീട്ടിൽ നിൽക്കില്ല. ഇവള് ഇവിടെ ഉണ്ട്, ഞാൻ ഇവിടെ നിൽക്കില്ല. ഇവിടെ നിൽക്കണ്ട, ഇപ്പൊ തന്നെ ഇറങ്ങി പോയിക്കോ. ബെന്നി, തൃപ്തിയായല്ലോ. ആർക്ക്? എന്തായി കുട്ടി ഇങ്ങനെ? ഒരു തമാശ പറഞ്ഞ മനസ്സിലാക്കില്ലെന്ന് വെച്ചാൽ മോളെ കുട്ടി ആനി.
ചാച്ചന്റെ മുഖം എന്താ എപ്പോഴും ഈയിടെ ചാച്ചൻ അല്പം ചൂട് കൂടുതലാ ചേച്ചി. അപ്പോ നമുക്ക് ആ ചൂടൊന്ന് തണുപ്പിച്ചെടുക്കണ്ടേ? അതെങ്ങനെ? പാപ്പാ സർ. ആ പിന്നെ ഇരിക്ക്. വേണ്ട സർ, ഞാനിവിടെ നിന്നോളാം. ഹാ ഇരിക്കടോ. എനിക്ക് തരാനുള്ള പണത്തിന്റെ കാര്യം എന്തായി അതിന്റെ പൊസിഷൻ? അത് 6 മാസത്തെ. 6 മാസമല്ല, 6 വർഷം കഴിഞ്ഞാലും തനിക്കത് തന്നു തീർക്കാൻ പറ്റുമോ? താൻ ടെൻഷൻ അടിക്കണ്ട. ബെന്നിക്കറിയാലോ, എനിക്കാണും പെണ്ണുമായിട്ട് അവൾ ഒന്നേ ഉള്ളൂ. ബെന്നിക്ക് ബന്ധുക്കൾ എന്ന് പറയാൻ മറ്റാരുമില്ലല്ലോ. അല്ല, അത് പിന്നെ ഞാൻ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നെ ഡീറ്റെയിൽ ചെയ്യാം. ഓക്കെ? ഹലോ. ആ കൺഗ്രാറ്റുലേഷൻസ്. ഞാൻ എക്സ്പെക്ട് ചെയ്തിരുന്നു. ആ ആ വൈകിട്ട് കാണാം. ഓക്കെ. അവറാച്ചൻ ഇക്കാര്യം സമ്മതിച്ചെന്നെ നിന്റെ ഭാഗ്യമാണെന്ന് കരുതിയാ മതി. ഭാഗ്യം. ഇതിലും ഭേദം തൂങ്ങിച്ചാവുന്ന. അതൊക്കെ നിന്റെ തോന്നലാ. കാശുള്ള തന്തയ്ക്ക് ജനിച്ചു പോയതിന്റെ അല്പസ്വല്പ ഏനക്കേടുള്ളൊക്കെ. പക്ഷെ അതൊന്നും കാര്യമാക്കണ്ട. കല്യാണം കഴിയുമ്പോ ഒക്കെ മാറിക്കോളും. അച്ഛൻ എന്തറിഞ്ഞിട്ടായി പറയുന്നത്? എടാ, അച്ഛൻ കല്യാണം കഴിച്ചിട്ടില്ലെങ്കിലും കാര്യങ്ങളൊക്കെ മനസ്സിലാവും. അയ്യോ, ഞാൻ അതൊന്നും അല്ല ഉദ്ദേശിച്ചത്. നാൻസിയും കുട്ടികളും നമ്മൾ ചേർന്ന് പോകുന്ന അച്ഛന് തോന്നുന്നുണ്ടോ? അതൊക്കെ അങ്ങ് ചേർന്ന് വെക്കോളും. നിന്റെ ബാധ്യതകളെ കുറിച്ച് ആലോചിക്കണ്ടേ? അതൊക്കെ ശരിയാ, പക്ഷേ ഒരു പക്ഷേയില്ല. നിന്റെ അപ്പന്റെ സ്ഥാനത്തുനിന്ന് ഞാനിത് പറയുന്നു വെച്ചു. എന്റെ മേരിക്കുട്ടി, നിനക്ക് വിശ്വാസം ആയാലും കൊള്ളാം ഇല്ലെങ്കിലും കൊള്ളാം, ഇതുവരെ ബെന്നി എന്നെ തിരിച്ചറിഞ്ഞിട്ടില്ല. ആ നാളെ ഞാൻ ഈ ഒളിച്ചു കളി അവസാനിപ്പിക്കാൻ പോവാ. നാളെ ബെന്നിയുടെ ബർത്ത്ഡേയാ. ആ ജനുവരി 14. ഞാൻ എല്ലാം ബെന്നിയോട് പറയും. കുറെ വർഷങ്ങളായിട്ട് ഞാൻ കാത്തിരിക്കുന്നതല്ലേ. എല്ലാം നാളെ യാഥാർത്ഥ്യമാകാൻ പോകുന്നു ഓർക്കുമ്പോ മേരിക്കുട്ടി ഭയങ്കര ത്രില്ലിലാണ് ഞാനിപ്പോ. ഓക്കെ, സീ യു. ഏതായാലും പുതിയ ചേച്ചിയെ കൂട്ടിന് കിട്ടിയ ശേഷം പള്ളിയിൽ വരണമെന്നും പ്രാർത്ഥിക്കണമെന്നൊക്കെ തോന്നി തുടങ്ങിയല്ലോ. സന്തോഷമായി. ഫാദർ, ആ. ഇന്നൊരു വിശേഷ ദിവസാ. അതുകൊണ്ടാണ് ഞങ്ങൾ പ്രാർത്ഥിക്കാൻ വന്നത്. എന്തു വിശേഷം? ഇന്ന് ചാച്ചന്റെ ഹാപ്പി ബർത്ത്ഡേയാ. ആണോ? എന്നിട്ട് ബർത്ത്ഡേക്കാരൻ എവിടെ? ചാച്ചനെ കാര്യം മറന്നിരിക്കുക. ആഹാ, അത് കൊള്ളാം. എന്നിട്ട് നിങ്ങൾ ചാച്ചനെ ഓർമ്മിപ്പിച്ചില്ലേ? പറയണം. ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതി ഞങ്ങൾ എല്ലാ പരിപാടിയും രഹസ്യമാക്കി വെച്ചിരിക്കുക. ഇനി വീട്ടിൽ ചെന്നിട്ട് വേണം പൊട്ടിക്കാൻ. ഓ, അങ്ങനെ. എങ്കിൽ നമുക്ക് ഈ ബർത്ത്ഡേ ഒന്ന് ആഘോഷിക്കണം. നിങ്ങൾ വിട്ടോ, ഞാൻ പറയാൻ വന്നേക്കാം. വാ. എത്തിയോ? ശരിക്കും പ്രാർത്ഥിച്ചോ? പ്രാർത്ഥിച്ചു. എന്തൊക്കെയാ പ്രാർത്ഥിച്ചേ? ചാച്ചന് നല്ല ബുദ്ധി തോന്നണേന്ന്. ഡാ, ഡാ, ഡാ. അതെ, പപ്പയ്ക്കും മമ്മിക്കും മെഴുകുതിരി കത്തിച്ചോ? കത്തിച്ചു. പള്ളിയിലെ ഫാദറിനെ കണ്ടോ? കണ്ടു. എന്നിട്ട് ഫാദർ എന്ത് പറഞ്ഞു? ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ചാച്ചൻ. ഹാപ്പി ബർത്ത്ഡേ ടു യു. Oh my God, January 14. ഹാപ്പി ബർത്ത്ഡേ ചാച്ചൻ. ശ്ശെ. ഹാപ്പി ബർത്ത്ഡേ. Thank you. Hey, പതുക്കെ. ശ്ശോ, ഞാൻ ഈ ദിവസം അങ്ങ് മറന്നിരിക്കായിരുന്നു. നിങ്ങൾ എങ്ങനെ ഇത് ഓർത്തേ? ഞങ്ങൾ ഓർത്തില്ല, ചേച്ചിയാ ഞങ്ങളെ ഓർമ്മിപ്പിച്ചേ. എങ്ങനെ അറിഞ്ഞു? അത് ഞാൻ അല്ല, എന്താ അവിടെ ഒരു സഭ കൂടൽ? ഹായ്, കേക്ക്. കൊതിയൻ. ഹാപ്പി ബർത്ത്ഡേ. ഹായ്, എന്റെ ബർത്ത്ഡേ ഇന്നല്ല, ഉത്രാളിക്കാവിലെ വെടിക്കെട്ടിനെന്നാ. ഇന്ന് ചാച്ചന്റെ ബർത്ത്ഡേയാ. ആണോ? ഹാപ്പി ബർത്ത്ഡേ ബെന്നി. Thank you. കേക്ക് മുറുക്കി ചാച്ചാ. കട്ട് ചെയ്തോളൂ. ചാച്ചാ ഒരു മിനിറ്റ്.
ഹാപ്പി ബർത്ത്ഡേ ബെന്നി. താങ്ക് യു. എടാ ബെന്നി, ഞങ്ങളെ ആരെ അറിയിക്കാതെ രഹസ്യമായിട്ട് അങ്ങ് ആഘോഷിക്കാമെന്ന് വിചാരിച്ചല്ലേ? നടപ്പില്ല മോനെ, അല്ലേ മോളെ? കാര്യങ്ങളിന്റെ അധികം നീട്ടിക്കൊണ്ട് പോണോ? എന്താച്ചോ? എന്തിന്? ഇവിടെ ഇപ്പൊ എല്ലാരും ഉണ്ടല്ലോ. അവിടെ നിന്നൊരു ഡേറ്റ് അങ്ങോട്ട് തീരുമാനിച്ചോ? എങ്കിൽ ശരി, നെക്സ്റ്റ് സൺഡേ. എന്താ പിന്നെ? അപ്പൊ മക്കളെ, നിങ്ങളുടെ ചാച്ചന്റെയും ഈ നിൽക്കുന്ന നാൻസി ചേച്ചിയുടെയും മനസമ്മതം അടുത്ത ഞായറാഴ്ച വലിയ പള്ളി വെച്ച് ഫാദർ ഡൊമിനിക് കൊട്ടാരത്തിന്റെ കാർമ്മികത്വത്തിൽ നടത്തുന്നതാണ്. ഹലോ ഗ്രേസമ്മായി, ഇത് ഞാനാ, ആനിമോള്. ജോഷുവ, അമ്മച്ചി, ദേ ആനിമോള്. ആനി, ഇത് എന്തൊരു പോക്കാ? എവിടെ നീ? ഞാൻ ട്രിവാൻഡ്രത്താ. ട്രിവാൻഡ്രത്ത് എവിടെ? ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ. പപ്പ, ഞാൻ അങ്ങോട്ട് വരിക. 2 ദിവസം എന്ന് പറഞ്ഞ് ഇവിടെ ഇറങ്ങി പോയിട്ട് നീ എന്താ ഇതുവരെ വിളിക്കായിരുന്നു? ഞാനിപ്പോ അങ്ങോട്ട് വരാം. നീ എവിടെയാ? വിവരങ്ങളെല്ലാം ഞാൻ വന്നിട്ട് പറയാം. പപ്പ എന്നോട് പിണങ്ങരുത് പ്ലീസ്. എന്നതാ അവള് പറഞ്ഞത്? അവൾ ഇങ്ങോട്ട് വരുന്നു. വരാനുള്ളവളാണെങ്കിൽ എന്തിനാ ഫോൺ ചെയ്തത്? ഒരു കൂട്ടുകാരിയെ കണ്ടിട്ട് 2 ദിവസത്തിനകം വരാന്ന് പറഞ്ഞു പോയവളാ. ഇന്ന് ദിവസം എത്രയായി? അവൾ ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞില്ല അമ്മച്ചി. നിനക്ക് തിരക്കാൻ മേലെങ്കിൽ പറ, ഞാൻ പോയി തിരക്കാം. നിന്റെ കളിയൊക്കെ അങ്ങ് സിംഗപ്പൂരിൽ മതി. അവള് വരും അമ്മച്ചി. നിന്നെ ഈ സാവട്ട് കാണുമ്പോഴാ എനിക്ക്, ഞാൻ ഒന്നും പറയുന്നില്ല. ചേച്ചിക്ക് പോകാതെ പറ്റില്ല അനുമോളെ. വേണ്ട, ചേച്ചി എപ്പോഴും ഞങ്ങളിവിടെ ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ട്. ഇതിന് മാറി ചേച്ചിക്ക് പോകണം. എത്ര പ്രാവശ്യം പറഞ്ഞു ഞങ്ങളോട്? ചേച്ചിക്കൊരു അത്യാവശ്യ കാര്യം ഉണ്ടായിട്ടാ, പോയേ പറ്റൂ. അനു, അനു ബാഗ് തരാൻ. ദേഷ്യം പിടിപ്പിക്കരുത് അനു.
ചെറുതായിട്ടൊന്ന് പേടിച്ചെന്നേ ഉള്ളൂ. ടിനു വിളിച്ചു പറഞ്ഞപ്പോ ഞാൻ അപ്പോഴേ പറഞ്ഞതാ ടിനുവിനോട് ചാച്ചനെ അറിയിക്കണ്ടെന്ന്. മോൾ എന്തിനാ റോഡിലേക്ക് പോയത്? അത് ചേച്ചി പോവാൻ പോയപ്പോ ഞങ്ങളും പുറകെ പോയതാ. പെട്ടെന്ന് ഇങ്ങനെ പോകാൻ തീരുമാനിക്കാൻ ഇവിടെ എന്തുണ്ടായി? കുട്ടികൾ എന്തെങ്കിലും അത് എന്താ ഉണ്ടായെന്ന് പറയൂ.